ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ അതേ നോക്കി ഇതുപോലൊരു യോക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഞാൻ കട്ടിങ് പാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി ടേപ്പ് വെച്ച് കാണിച്ചു തരാം നെക്കിൻ്റെ അളവുകളും കാര്യങ്ങളും. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് 5-5.25 ഇഞ്ച് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഒരേ ഡെപ്താണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പറയുക, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് മേളിൽ കയറി പോകുന്ന പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പോൾ ഞാൻ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തുണി എടുത്ത് അത് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീളവും വീതിയും പറഞ്ഞുതരാവേ. ഇത് കേട്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു കട്ട് പീസ് തുണിയാണ്, പക്ഷേ അത് നൈറ്റി ബിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേറെ തുണി എടുക്കരുത്, കളർ ഇറങ്ങിപ്പോവും. ഇതാകുമ്പോൾ കളർ ഇറങ്ങില്ല. ഇതാണ്ടല്ലോ നീളവും വീതിയും 9 ഇഞ്ചും അതുപോലെ തന്നെ മടക്കിയിട്ട് 6 ഇഞ്ചുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, തുണി മടക്കിയിട്ട് 6, അപ്പോൾ 12 ഇഞ്ച് നീളോ 9 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കത് നേരെ നൈറ്റിയുടെ അടി വെച്ച ശേഷം ഓൾറെഡി നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിക്കത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് തുറന്ന് നമുക്ക് ഇത് നോക്കിക്കേ, ഇനി നമുക്ക് ഒരു 3 ഇഞ്ച് നിർത്തിയാൽ മതി. നെക്ക് കട്ട് ചെയ്ത ശേഷം ഒരു 3.5 ഇഞ്ച് നിർത്തിയാൽ മതി, അതിൽ കൂടുതൽ നിർത്തരുത്. അതുപോലെ തന്നെ താഴെ ഒരു 3.5 ഇഞ്ച് നിർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പീസ് അതിൽ വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ അതേ കേട്ടോ, 3.5 ഇഞ്ച് മേളിലും അതുപോലെ തന്നെ താഴെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, വേഗം നോക്കിക്കോളൂ. അപ്പോൾ അതേ ഞാൻ സ്കെയിൽ വെച്ച് യോജിപ്പിച്ചൊരു ബോക്സ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് കണ്ടോ, ഇതുപോലെ വരച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ സ്ലീവാണ് കൊടുക്കുന്നത്, എലാസ്റ്റിക്കോ പഫോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ യോക്കാണ് കൂടുതൽ ഭംഗിയുടെ. റെഡും ഒരു നേവി ബ്ലൂവും കൂടിയുള്ള ആ ഒരു മാച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പിനേഷനാണ് ആക്ച്വലി, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ അങ്ങ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ തുറന്ന് വെക്കുക. തുറന്ന് വെച്ച ശേഷം നോക്കിക്കോളൂ, അതിൻ്റെ 3 അറ്റവും ഒന്ന് ഇങ്ങനെ മടക്കി അതിനുശേഷം ഇങ്ങനെ മടക്കി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നൈറ്റി ബീറ്റിൻ്റെ ഉൾവശമാണ് എടുക്കേണ്ടത്. നൈറ്റി ബീറ്റിൻ്റെ ഉൾവശം എടുത്ത ശേഷം നമ്മളത് ഞാൻ പറഞ്ഞില്ലേ, സൈഡ് മടക്കി അടിച്ചിട്ട് 3 സൈഡും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ആ യു നെക്കിൽ നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ആ യു നെക്കിൽ നോക്കിക്കേ, ഇങ്ങനെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോളൂ, ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു യോക്കിൻ്റെ ആ നേവി ബ്ലൂ പീസിന് നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിടുക. ഇങ്ങനെ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ട ശേഷം ആ കഴുത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആ സ്ക്വയറിൻ്റെ ഭാഗത്ത് ഒന്ന് നമുക്ക് പതിച്ച് അടിക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഭാഗവും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗവും ഒന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നെക്കിലാണ് ഇനി പരിപാടിയുള്ളത്. ബാക്ക് നെക്ക് എടുക്കുന്നു, ബാക്ക് പോർഷൻ എടുക്കുന്നു. ക്രോസ് പീസ് നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത് നെക്ക് മറിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് ഉള്ളിലോട്ട് മറിച്ചിടുക. അതിനുശേഷം ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം, നോക്കിക്കോളും. അപ്പോൾ നമുക്ക് അത് ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സാധാരണ സ്ലീവാണ് കേട്ടോ, അതങ്ങ് ജോയിൻ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് ജോയിൻ ചെയ്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് ഞാൻ കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന തുണിയെല്ലാം യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, അടിയിൽ നിറച്ച് ഫ്രില്ല് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ നൈറ്റി തീരും. അപ്പോൾ അത് കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇനി ഒരു കളർ വന്നില്ലെങ്കിൽ അതിലൊരു ഭംഗിയുണ്ട്. ശരിക്കും നമ്മൾ അതിനൊരു സ്പെഷ്യലായിട്ട് എടുത്ത് നിൽക്കുന്ന കളർ നമ്മൾ കൊടുക്കണം കേട്ടോ. നോക്കി അടിയിൽ നിറച്ച് ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഡിമാൻഡുള്ള നൈറ്റിയാണ് അവൻ മാർക്കറ്റിൽ. അപ്പോൾ ഒന്ന് ചെറുപ്പമായി പോകും നമ്മൾ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല ഷേപ്പും ഉണ്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു നൈറ്റി വീണ കളറ് പോവില്ല, വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ കളറ് പോവില്ല കേട്ടോ. നമ്മൾ ഈ
നീല കളർ തുണി എടുത്തില്ല, അതും നൈറ്റി ബിറ്റിൻ്റെ കട്ട് പീസാണ്. അത് നക്ക് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഒന്നും കളറ് പോകത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഒരു കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. താങ്ക് യു.